നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഡൽ, നടി, ഇന്റർനെറ്റ് സെൻസേഷൻ എന്നീ നിലകളിൽ പ്രശസ്തയായ പൂനം പാണ്ഡെ അന്തരിച്ചു. 32-കാരിയായ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നായിരുന്നു അന്തരിച്ചത് എന്ന് പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഉത്തർപ്രദേശിലെ വസതിയിലായിരുന്നു അന്ത്യമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് പൂനം ജനിച്ചത്. മോഡലിംഗിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. 2010 നടന്ന ഗ്ലാഡ്രാക്സ് മൻഹണ്ട് ആൻഡ് മെഗാ മോഡൽ മത്സരത്തിലെ ആദ്യ 9 സ്ഥാനങ്ങളിലൊന്നിൽ ഇടം നേടിയതോടെ ഫാഷൻ മാസികയുടെ മുഖചിത്രമായി. 2013 പുറത്തിറങ്ങിയ നഷ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ലവ് ഈസ് പോയിസൺ, അദാലത്ത്, മാലിനി ആൻഡ് കോ, ആഗയ ഹീറോ, ദ ജേണി ഓഫ് കർമ്മ തുടങ്ങി കന്നഡ, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലായി 10ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങളിലൂടെയാണ് പൂനം പ്രശസ്തി നേടുന്നത്. 2011 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീം സ്വന്തമാക്കുകയാണെങ്കിൽ നഗ്നയായി പ്രത്യക്ഷപ്പെടുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ലോകകപ്പ് നേടിയെങ്കിലും പൊതുജനങ്ങളിൽ നിന്നും BCCIയിൽ നിന്നും ഉണ്ടായ എതിർപ്പിനെ തുടർന്ന് പൂനം പാണ്ഡെയ്ക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. 2012 IPL 5ാം പതിപ്പിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയികളായപ്പോൾ പൂനം പാണ്ഡെ തന്റെ നഗ്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പൂനം പാണ്ഡെയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് മരണവിവരം കുടുംബം അറിയിച്ചത്. ജന്മനാടായ കാൺപൂരിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മരണം. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനയേറിയ ദിവസമാണ് ഇന്ന്. സെർവിക്കൽ ക്യാൻസർ ബാധയെ തുടർന്ന് പൂനം പാണ്ഡെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. പരിശുദ്ധമായ സ്നേഹത്തോടെയും കരുണയോടെയുമാണ് പൂനം തന്റെ മുൻപിലേക്ക് എത്തിയ ഈ ലോകത്തെ ഏതൊരു ജീവനെ നേരിട്ടിട്ടുള്ളത്. പൂനം പാണ്ഡെയുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു. ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത നടിയുടെ ഔദ്യോഗിക പേജിലൂടെയാണ് പുറത്തു വന്നത്. ഇന്ന് രാവിലെ സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം പാണ്ഡെ അന്തരിച്ചു എന്നായിരുന്നു നടിയുടെ പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും സജീവമായിരുന്ന നടിയുടെ വിയോഗത്തെപ്പറ്റി വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. മിനിറ്റുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയത്. ഇത് ഫേക്ക് ആയിരിക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. പൂനത്തിന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണ്, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമായിരിക്കും. ഇനി അഥവാ നടി ശരിക്കും മരിച്ചതാണെങ്കിൽ ആദരാഞ്ജലികൾ എന്നൊക്കെയാണ് കമന്റുകൾ. കഴിഞ്ഞ ദിവസം കൂടി നടിയുടെ വീഡിയോസ് വന്നിരുന്നത് കൊണ്ടാകാം ആരാധകർക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്ന് പൂനത്തിന്റെ വിയോഗ വാർത്ത പ്രചരിക്കുന്നത്. അതേസമയം സെർവിക്കൽ ക്യാൻസറിന്റെ അവബോധം നൽകാനുള്ള പോസ്റ്റാണോ ഉദ്ദേശിച്ചതെന്നാണ് ചിലർ ചോദിക്കുന്നത്. നടിയുടെ ജീവിത രീതിയെ വെച്ച് കളിയാക്കുന്നവരും നിരവധിയാണ്. എന്നാൽ പൂനത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് നടിയുടെ മാനേജർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി പൂനം അന്തരിച്ചുവെന്നാണ് മാനേജർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ഇതോടെ പ്രചരിക്കുന്ന വാർത്ത ഫേക്ക് അല്ലെന്നും വ്യക്തമായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.